നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുക്കിങ്ങും കാര്യങ്ങളും ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ട്. മോളെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ വൈകിട്ടൊരു ചെറിയൊരു കേക്ക് വാങ്ങി കട്ട് ചെയ്ത് ഞങ്ങളത് കഴിച്ചു. കുറച്ച് പായസം ഉണ്ടാക്കി കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയതായിട്ടൊന്നും ബർത്ത്ഡേ കഴിച്ചിട്ടൊന്നുമില്ല. രാവിലെ ഒരു തിരക്കായിരിക്കുമല്ലേ, സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ തീ കത്തിക്കാനായിട്ട് നിന്നത്. ഇപ്പോൾ രാവിലെ പോകുന്നവർക്ക് ഗ്യാസമ്മത്തിന് ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ കുറച്ച് മാവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മൈദ ദോശ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് ദോശയാണ് ചുട്ടെടുക്കുന്നത്. വെറുതെ മൈദ കലക്കിയിട്ട് ചുട്ടിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തേങ്ങയും പഞ്ചസാരയും കൂടി ഫില്ലിങ് ആക്കിയിട്ട് വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാം. അങ്ങനെ ആകുമ്പോൾ കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടാണ് പിന്നെ ദോശ ഉണ്ടാക്കുന്നത്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടാണ് പിന്നെ ഞാൻ ദോശ ചുട്ടെടുക്കാനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഗ്യാസിന്മേലും വെക്കും, ഈ ഒരു പാന് അടുപ്പത്തും വെക്കും കേട്ടോ. വലിയ പുതിയതൊന്നുമല്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ദോശമാവ് മൈദയും പഞ്ചസാരയും വേണം ഇട്ടിട്ട് കലക്കിയിട്ട് ചുട്ടെടുക്കുക. ഞാൻ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല. മുട്ടയും വേണം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുക, നമ്മൾ ഏലാഞ്ചി ഉണ്ടാക്കിയെടുക്കുന്ന പോലെ. ഇത് മൈദയും വെള്ളം ഉപ്പും മാത്രമാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മുരിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് തേങ്ങ വെച്ചിട്ട് കഴിക്കാം. അങ്ങനെ ആകുമ്പോൾ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒപ്പിക്കൽസ് പണിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കറിയൊന്നും ഇല്ലെങ്കിൽ, കറി ഉണ്ടാക്കാൻ ടൈമൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെ ചായക്ക് കടി ഞാൻ ഉണ്ടാക്കാറുണ്ട്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ചോറിന് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. കഴുകിയെടുത്ത അരി ഇതാ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്കുള്ളത് മീനൊക്കെ മുറിച്ച് വരുമ്പോഴേക്കും ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടും വേഗം തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. അടുപ്പത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്നുകൂടി നന്നായിട്ടൊന്ന് കത്തിച്ചിട്ട് ഞാൻ മീൻ മുറിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ മുറിച്ച് തക്കാളിയും പച്ചമുളകും ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം അപ്പോഴേക്കും ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോറൊന്ന് വാർത്ത് കുത്തുന്നുണ്ട്. ചോറ് വാർത്ത് കുത്തിയതിന് ശേഷം മീൻ കറി വെക്കാനായിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. മത്തിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. മത്തിക്കറി നമ്മൾ മുന്നേക്ക് കാണിച്ചിട്ടുണ്ട്, എന്നാൽ ഇതിൽ കാണിക്കുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ ഉള്ളിയുടെ പകുതിയും 3-4 പച്ചമുളകും ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിക്കോളും. 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടേബിൾ സ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഒന്ന് ഉരതി ഉടച്ചതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അധികം വാളം പുളിയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. കുടംപുളി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാറുണ്ട്. വീണ്ടും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ഗ്ലാസ്സും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മീനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അയില മീനും ഈ രീതിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊന്ന് വരഞ്ഞു കൊടുക്കാറുണ്ട് മീൻ കഷ്ണങ്ങളൊക്കെ. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം. കറിവേപ്പിലയും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് മീൻ കറി റെഡിയായെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചാൽ മതി. ഇതുപോലെ നമ്മൾ ഒന്ന് ചട്ടി വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് കഴിക്കാനായിട്ട് ഇരിക്കാൻ കേട്ടോ. ചോറ് കഴിക്കേണ്ട ആ ഒരു സമയമാകുമ്പോൾ പിന്നെ വേറൊന്നും നോക്കൂല, ചോറ് തിന്നാനായിട്ട് ഇരിക്കും. അതിപ്പോൾ ചായ കുടിക്കേണ്ട സമയമാണ് കുറച്ച് നേരം വൈകാറുള്ളത്. ഉച്ച സമയമൊന്നും അങ്ങനെ നേരം വൈകാറില്ല. പിന്നെ വൈകുന്നേരം ഞാൻ ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്.
പായസം പിന്നെ നമ്മൾ എപ്പോഴൊക്കെ വീഡിയോയിലൊക്കെ കാണിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ചെറുപയർ പരിപ്പ് വറുത്തതിന് ശേഷം ഞാൻ കുക്കറിൽ ഒറ്റ വിസിൽ വേവിച്ചെടുത്തു കേട്ടോ. ഒറ്റ വിസിലിൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒരതി അടച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ മറ്റേ സാധാരണ പശുവിൻ പാലാണെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പശുവിൻ പാലിലാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ശർക്കര പാനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ തേങ്ങാപ്പാലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മളിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് പായസവും കൂടി തിളപ്പിച്ചിട്ട് അതിലേക്ക് മിക്സ് ആക്കി. അണ്ടിയും മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസമൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം രാത്രിയാണ് കേട്ടോ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു റെഡ് വെൽവെറ്റ് വാങ്ങി അതൊന്ന് കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.